തലയ്ക്ക് പിടിച്ചപ്പോൾ കാമുകിയുടെ പേര് ടാറ്റു അയച്ചത് ചുണ്ടിനകത്ത്. ഈ യുവാവിന്റെ വാർത്തകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ഇപ്പോൾ യുവാവിന്റെ ഈ പ്രവൃത്തി സോഷ്യൽ മീഡിയയിൽ വളരെ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ്. കാമുകിയുടെ പേരാണ് യുവാവ് ചുണ്ടിൽ പച്ചകുത്തിയത്. ഇത് വലിയൊരു അപകടമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് സോഷ്യൽ മീഡിയ. പ്രേമം അല്ലെങ്കിൽ സ്നേഹമൊക്കെ വേണം, എന്നാൽ ഇത്രയ്ക്ക് ഗതികെട്ട് പോകരുത് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ വാക്കുകൾ. ഇക്കഴിഞ്ഞ ദിവസമാണ് യുവാവ് തന്റെ കാമുകിയുടെ പേര് താഴത്തെ ചുണ്ടിനകത്തായി ടാറ്റു ചെയ്തിരുന്നത്. അമൃത എന്നാണ് യുവാവിന്റെ കാമുകിയുടെ പേര്. ഈ പേരാണ് യുവാവ് തന്റെ ചുണ്ടിനകത്ത് ടാറ്റു ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിലായിരുന്നു ഇത് പോസ്റ്റ് ചെയ്തത്. ലവ് എന്നാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷൻ നൽകിയതും. വീഡിയോയിൽ ടാറ്റു ചെയ്യുന്നതിന്റെ വിവിധ പ്രോസസ്സും കാണാം. ഒടുവിൽ അത് പൂർത്തിയാക്കുന്നതും വ്യക്തമായിട്ട് കാണാൻ കഴിയും. എന്തായാലും തന്റെ പ്രണയത്തിന്റെ തീവ്രത കാണിക്കുന്നതിന് വേണ്ടി യുവാവ് ചെയ്ത കാര്യം അഭിനന്ദിക്കപ്പെടുന്നതിന് പകരം വൻ പരിഹാസവും വിമർശനവും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്നത്. പ്രണയം കാണിക്കുന്നതിന് ഓരോരുത്തർക്കും ഓരോ രീതികളൊക്കെ ഉണ്ട്. എന്നാൽ യുവാവ് തിരഞ്ഞെടുത്ത ഈ വഴി സോഷ്യൽ മീഡിയയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നെന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ശരീരത്തിൽ പച്ചകുത്തുമ്പോൾ ശരീരത്തിലേക്ക് മഷി കയറുകയും അതുമൂലം ശരീരത്തിന് മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. ഒരു ഇലക്ട്രിക് യന്ത്രത്തിന്റെ സൂചി മുന കൊണ്ട് ത്വക്കിലേക്ക് മഷി ഇഞ്ചക്ട് ചെയ്താണ് ഈ ടാറ്റു ഒക്കെ ചെയ്യുന്നത്. ഇത്തരത്തിൽ ചെയ്യുന്നത് അപകടം തന്നെയാണ്. നമ്മുടെ തൊലിപ്പുറത്ത് രണ്ടാം പാളിയിലേക്കാണ് ഈ മഷി ആഴ്ന്നിറങ്ങുന്നത്. ടാറ്റു ചെയ്യുന്ന മഷിയിൽ നിന്നുണ്ടാകുന്ന അണുബാധയാണ് പ്രധാനമായും ഇവിടെ അപകടത്തിന് കാരണമാകുന്നത്. വിറയലോടെയുള്ള കടുത്ത പനി, ടാറ്റു ചെയ്ത സ്ഥലത്ത് കഠിനമായ വേദന, ചുവന്ന് തടിക്കുക, വെള്ളയോ മഞ്ഞ നിറത്തിലോ സ്രവം വരിക, ശരീരവേദന, കൈകാൽ കഴപ്പ്, വയറിളക്കം, അമിത ദാഹം, ഛർദി, തലചുറ്റൽ എന്നിവയാണ് അണുബാധയുടെ ലക്ഷണങ്ങളായി വരിക. ചർമ്മരോഗമുള്ളവർ ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം മാത്രം ടാറ്റു ചെയ്യുന്നതാണ് സുരക്ഷിതം എന്നാണ് ടാറ്റു ഷോപ്പിൽ പോലും പറയുന്നത്. അത് മാത്രമല്ല, റോഡരികിൽ നിന്ന് പച്ചകുത്തുന്നവരെ സമീപിക്കുന്നത് ദുരന്തം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ടാറ്റു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വളരെ സാധാരണമായ അണുബാധയൊക്കെയാണ് ഇത്. ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന മഷി, ഉപകരണങ്ങൾ, വെള്ളം, മഷി നേർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അപാകതകൾ എന്നിവയൊക്കെ ഇതിന് കാരണമാണ്. തൊലിപ്പുറം തടിച്ചു വീർക്കുക, ചൊറിച്ചിൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ടാറ്റു ചെയ്യുമ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന ചെറിയ മുറിവ് വഴി വൈറൽ ഇൻഫെക്ഷനും ഉണ്ടാകും. അണുവിയുക്തമല്ലാത്ത ടാറ്റു ഉപകരണങ്ങൾ വഴി ഹെപ്പറ്റൈറ്റിസ് ബി, HIV എന്നിവയടക്കമുണ്ടാകും. അതുമാത്രമല്ല, ചുവപ്പ്, നീല, പച്ച നിറങ്ങളിലെ മഷിയിൽ നിന്നാണ് അധികവും ഇതൊക്കെ ഉണ്ടാകുന്നത്. പ്രതിരോധ ശേഷി കുറഞ്ഞവരും സ്കിൻ അലർജി ഉള്ളവരുമൊക്കെ ടാറ്റു ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനാൽ തന്നെ നിങ്ങൾ പോകുന്നത് ലൈസൻസ് ഉള്ള സ്റ്റുഡിയോയിലാണോ എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ പരാതി ഉയർന്ന സാഹചര്യത്തിൽ 2021 സംസ്ഥാനത്ത് ടാറ്റു കലാകാരന്മാർക്കും ടാറ്റു സ്റ്റുഡിയോകൾക്കും ലൈസൻസ് ഒക്കെ നിർബന്ധമാക്കിയത്. മെഡിക്കൽ ഓഫീസർ, ഹെൽത്ത് സൂപ്പർവൈസർ, ജില്ലാ കെമിക്കൽ അനലിറ്റിക് ലാബ് ഉദ്യോഗസ്ഥർ, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സമിതിയാണ് ലൈസൻസ് ടാറ്റു സെന്ററിന് നൽകുന്നത്. ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കും വസ്തുക്കൾക്കും സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പിന്റെ അംഗീകാരം വേണം. ഇത്തരം സ്ഥാപനങ്ങളിൽ ഡിസ്പോസിബിൾ സൂചികളാണ് ഉപയോഗിക്കുന്നതെന്നത് ഉറപ്പുവരുത്തണം. ടാറ്റു ആർട്ടിസ്റ്റുകളുടെ യോഗ്യത കണക്കാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ മാത്രമായിരിക്കും ലൈസൻസിനായി അപേക്ഷ സമർപ്പിച്ചാലും ലഭിക്കുക. ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന മഷിക്ക് ഡ്രഗ് കൺട്രോൾ ബ്യൂറോയുടെ അംഗീകാരം വേണം. ഡിസ്പോസിബിൾ സൂചികളും ട്യൂബുകളും ഉപയോഗിച്ച് മാത്രമേ പച്ചകുത്താൻ പാടുള്ളൂ. കൂടാതെ ഇവ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യുകയും വേണം. ടാറ്റു വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാൻ 2 ആഴ്ച വരെയാണ് ടാറ്റു സെന്ററുകൾ സമയപരിധി പറയാറുള്ളത്. മുറിവ് ഉണങ്ങുന്നതിനായി ചില ലേപനങ്ങളും ആന്റിബയോട്ടിക്കുകളും ഒക്കെ കുറിച്ച് നൽകുകയും ചെയ്തു. എന്നാൽ ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശമില്ലാതെ ഇത്തരം മരുന്ന് വിതരണം വലിയ ആപത്താണെന്ന് ഡോക്ടർമാർ പറയുന്നു. പ്രണയ പങ്കാളിയുടെ പേരും രൂപവും ഒക്കെ പച്ച കുത്തിക്കഴിഞ്ഞാൽ, പ്രണയം പരാജയത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ടാറ്റു മായ്ക്കുന്നത് പിന്നീട് വലിയ തലവേദനയാകും. ടാറ്റുവിന്റെ വലിപ്പം അനുസരിച്ച് 5 മുതൽ 8 തവണ വരെയൊക്കെ ലേസർ ചികിത്സ ചെയ്യേണ്ടി വരും. ചുരുക്കത്തിൽ 5000 രൂപ മുടക്കി വരച്ച ടാറ്റു മായ്ക്കാൻ 50 മുതൽ 80,000 രൂപ വരെ ചിലവുണ്ടാകുമെന്നത് ഓർക്കുക. പെട്ടെന്നുള്ള ആവേശത്തിന് വരയ്ക്കുന്ന ടാറ്റു കാരണം 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ മാനസിക സംഘർഷത്തിലാകുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ടാറ്റു പതിക്കാൻ എത്തുമ്പോൾ ഈ വിവരങ്ങൾ മുൻകൂട്ടി ധരിപ്പിക്കാനുള്ള ആരും ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളായിരിക്കും ഇവർക്ക് നേരിടേണ്ടി വരിക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.